പ്രിയ സ്നേഹിത, ഈ നിമിഷം നിങ്ങൾ എവിടെയാണെങ്കിലും എന്തു ചെയ്യുകയാണെങ്കിലും ഒന്ന് നിശബ്ദമായിരിക്കുക. ഒന്ന് ശ്വാസമെടുക്കുക, പതുക്കെ, ആഴമായി. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിമിഷമാണിത്. ആരോടുമൊന്നും തെളിയിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒന്നും പറയേണ്ട. വെറുതെ ഇരിക്കുക. ഈ വാക്കുകൾ കേൾക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇന്ന് നിങ്ങൾ എന്തു ചിന്തയിലൂടെ കടന്നുപോയാലും, എത്ര ഭാരം ഹൃദയത്തിലുണ്ടെങ്കിലും ഈ നിമിഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും തോന്നുന്നില്ലെങ്കിലും അവൻ അവിടെയുണ്ട്, നിങ്ങളുടെ അടുത്ത്. ഈ നിമിഷം ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കിടക്കയിൽ കിടക്കുകയാവാം, അല്ലെങ്കിൽ ജോലിസ്ഥലത്തിരിക്കുകയാവാം, യാത്രയിലാവാം, രാവിലത്തെ തിരക്കിലാവാം, രാത്രിയുടെ നിശബ്ദതയിലാവാം. എവിടെയാണെങ്കിലും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ പേര് ദൈവം അറിയുന്നു. നിങ്ങളുടെ ഹൃദയം ദൈവം കാണുന്നു. നിങ്ങൾ പറയാത്ത വാക്കുകൾ ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് ഒന്ന് ശ്വാസം വിടുക. കണ്ണുകൾ അടയ്ക്കണമെങ്കിൽ അടയ്ക്കുക, അല്ലെങ്കിൽ തുറന്നു വയ്ക്കുക. നിങ്ങൾക്കെങ്ങനെ സൗകര്യമുണ്ടോ അങ്ങനെ. ഈ പ്രാർത്ഥന നിങ്ങളെ താങ്ങും. ഞാൻ അറിയുന്നു, ഓരോ ദിവസവും എളുപ്പമല്ല. ചില ദിവസങ്ങൾ ഭാരമുള്ളതാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഒരു ഭാരം നെഞ്ചിൽ വന്നിരിക്കുന്നു. എന്താണ് ആ ഭാരമെന്ന് പറയാൻ പോലും കഴിയില്ല. പക്ഷേ അതവിടെയുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഓടിക്കൊണ്ടേയിരിക്കുന്നു, നിർത്താൻ പറ്റുന്നില്ല. ഈ നിമിഷം ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയുന്നു. ആ ഭാരം ദൈവം കാണുന്നു. ആ ഭയം ദൈവം അറിയുന്നു. ആ ആകുലത ദൈവത്തിന് അപരിചിതമല്ല. അവൻ നിങ്ങളെ വിധിക്കുന്നില്ല. അവൻ നിങ്ങളോട് കോപിക്കുന്നില്ല. അവൻ നിങ്ങളെ നോക്കുന്നു, ശാന്തമായി, സ്നേഹത്തോടെ. ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം എവിടെയാണ്? എന്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഭയപ്പെടുന്നു? എന്തുകൊണ്ട് സമാധാനം എനിക്കില്ല? പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നമ്മൾ കാണുന്നില്ല. അത് പലപ്പോഴും നിശബ്ദമാണ്. അത് പലപ്പോഴും അദൃശ്യമാണ്. പക്ഷേ അത് യഥാർത്ഥമാണ്. കാണാത്തതുകൊണ്ട് ഇല്ല എന്നല്ല, അനുഭവിക്കാത്തതുകൊണ്ട് ഇല്ല എന്നല്ല. ദൈവത്തിൻ്റെ സംരക്ഷണം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. ചിലപ്പോൾ ഒന്നും സംഭവിക്കാതെ ഒരു ദിവസം കടന്നുപോകുന്നു. ഒരു ദുരന്തവുമില്ല, ഒരു അപകടവുമില്ല, ഒരു ദുഃഖവാർത്തയുമില്ല. നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ അതും ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ഒന്നും സംഭവിക്കാതെ പോകുന്നതും ദൈവത്തിൻ്റെ കൃപയാണ്. ആ നിശബ്ദ സംരക്ഷണം എത്ര വലുതാണ്! ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നു. നിങ്ങൾ പോകുന്ന വഴി അവൻ ഒരുക്കുന്നു. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന ഭയങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ മറയ്ക്കുന്നു. ദൈവം നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. വലതുവശത്ത്, ഇടതുവശത്ത്, മുകളിൽ, താഴെ, എല്ലായിടത്തും. നിങ്ങളറിയാത്ത ഒരു കാവൽ അമ്മ അടുത്തുണ്ട് എന്നതുകൊണ്ട്. ചുറ്റുമിരുട്ടാണ്, കാറ്റ് ശക്തമാണ്, ഇടിയുടെ ശബ്ദമുണ്ട്. പക്ഷേ ആ കുഞ്ഞിന് ഭയമില്ല. ആ കുഞ്ഞ് സുരക്ഷിതമാണ്. ആ കുഞ്ഞിൻ്റെ സമാധാനം ചുറ്റുപാടുകളിൽ നിന്നല്ല, അമ്മയുടെ കരങ്ങളിൽ നിന്നാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ സമാധാനം. ചുറ്റുപാടുകൾ മാറണമെന്നില്ല, പ്രശ്നങ്ങൾ ഇല്ലാതാവണമെന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഹൃദയത്തിന് ഒരു ശാന്തതയുണ്ട്. ആ ശാന്തത ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് ഈ നിമിഷം. കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഈ വ്യക്തിയുടെ കുടുംബത്തെ ഞാൻ നിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. അവരുടെ വീട്ടിൽ ആളുകളുണ്ട്, സ്നേഹിക്കുന്നവർ, കരുതുന്നവർ. ചിലപ്പോൾ അവരെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഒരു ഭാരമാണ്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ ചിന്ത മാത്രം മതി ഹൃദയമിടിക്കാൻ. മക്കളുണ്ടെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക. അവരെവിടെയാണ്? അവർ സുരക്ഷിതരാണോ? അവർ ശരിയായ വഴിയിലാണോ? ആ ചിന്ത ഒരു അമ്മയ്ക്കും അച്ഛനും ഒരിക്കലും അവസാനിക്കില്ല. ആ കരുതൽ ഒരു ഭാരമായി മാറുന്ന ദിവസങ്ങളുണ്ട്. ജോലിയുടെ സമ്മർദ്ദമുണ്ട്. ഇനി അടുത്ത മാസം എന്താവും? ജോലി നിലനിൽക്കുമോ? പണം തികയുമോ? ഈ ചോദ്യങ്ങൾ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭയം. റോഡിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? വാർത്തകളിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നു. അപകടങ്ങൾ, ദുരന്തങ്ങൾ. ആ ഭയം ഉള്ളിൽ കയറി ഇരുന്നു കൊള്ളുന്നു.
പ്രിയ സ്നേഹിത, ഓടിക്കൊണ്ടിരിക്കുന്ന ആ ചിന്തകൾ, നിർത്താതെ കറങ്ങുന്ന ആ ആശങ്കകൾ, ഓരോന്നും നിൻ്റെ കരങ്ങളിലേക്ക് എടുക്കുക. ഓരോന്നും നിൻ്റെ സമാധാനം കൊണ്ട് മറയ്ക്കുക. ഈ മനസ്സിന് ഒരു വിശ്രമം നൽകുക. ഈ ഹൃദയത്തിന് ഒരു ഇടവേള നൽകുക. കർത്താവെ, ഈ വ്യക്തിയുടെ ഉറക്കത്തെ നീ കാക്കുക. രാത്രിയിൽ കണ്ണ് ചിമ്മുമ്പോൾ ചിന്തകൾ വരാതിരിക്കട്ടെ, ഭയം വരാതിരിക്കട്ടെ, ആകുലത വരാതിരിക്കട്ടെ. ശാന്തമായ ഒരു ഉറക്കം, സമാധാനമുള്ള ഒരു രാത്രി, അത് നിൻ്റെ ദാനമായി ഈ വ്യക്തിക്ക് നൽകുക. കർത്താവെ, ഈ വ്യക്തിയുടെ രാവിലെ നീ അനുഗ്രഹിക്കുക. പുതിയ ദിവസം തുടങ്ങുമ്പോൾ ഭയത്തോടെയല്ല, പ്രത്യാശയോടെ തുടങ്ങട്ടെ. ഭാരത്തോടെയല്ല, ശാന്തതയോടെ തുടങ്ങട്ടെ. ഓരോ ദിവസവും നിൻ്റെ കൃപയിൽ തുടങ്ങട്ടെ. ഇനി കർത്താവെ, ഈ വ്യക്തിയുടെ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിലുള്ള ഓരോ ആളെയും നീ കാക്കുക. ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഓരോരുത്തരെയും നിൻ്റെ കരങ്ങളിൽ വരിക്കുക. അവരുടെ ആരോഗ്യം കാക്കുക. അവരുടെ മനസ്സ് കാക്കുക. അവരുടെ യാത്രകൾ കാക്കുക. അവരുടെ ഇടയിൽ സമാധാനം നിറയ്ക്കുക. സ്നേഹം വളരട്ടെ, ക്ഷമ വളരട്ടെ, ദയ വളരട്ടെ. കർത്താവെ, ഈ കുടുംബത്തിൻ്റെ വീട്ടിൽ നിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ. ആ വീട്ടിൻ്റെ ചുവരുകൾക്കുള്ളിൽ നിൻ്റെ സമാധാനമുണ്ടാകട്ടെ. വഴക്കുണ്ടാകുന്ന ദിവസങ്ങളിൽ നിൻ്റെ ക്ഷമ ഉണ്ടാകട്ടെ. മൗനം നിറയുന്ന ദിവസങ്ങളിൽ നിൻ്റെ സ്നേഹമുണ്ടാകട്ടെ. ഇനി കർത്താവെ, ഒരു പ്രത്യേക പ്രാർത്ഥന. സംഭവിക്കാത്ത കാര്യങ്ങൾക്കായുള്ള നിശബ്ദതയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവ വന്നു നിൽക്കുന്നു. കർത്താവെ, ആ ഭയങ്ങളെ നിൻ്റെ വെളിച്ചം കൊണ്ട് മറയ്ക്കുക. ആ ഇരുട്ടിനെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് മാറ്റുക. ഈ വ്യക്തി അറിയാത്ത ഭയങ്ങളെ നീ അറിയുന്നു. ഈ വ്യക്തി പറയാത്ത കാര്യങ്ങൾ നീ കേൾക്കുന്നു. ആ ഭയങ്ങൾക്ക് ഈ ഹൃദയത്തിന്മേൽ അധികാരമില്ല. നിൻ്റെ സമാധാനം ഈ ഭയങ്ങളെക്കാൾ വലുതാണ്. നിൻ്റെ സ്നേഹം ഈ ഇരുട്ടിനേക്കാൾ ശക്തമാണ്. കർത്താവെ, ഈ ഹൃദയത്തെ നീ പിടിച്ചുകൊള്ളുക. മുറുകെ, ശാന്തമായി, സ്നേഹത്തോടെ. ഈ ഹൃദയം നിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഈ ജീവിതം നിൻ്റെ പദ്ധതിയിലാണ്. ഈ ദിവസം നിൻ്റെ കൃപയിലാണ്. ഈ രാത്രി നിൻ്റെ കാവലിലാണ്. ആമേൻ, 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 ആമേൻ. പ്രിയ സ്നേഹിത, ഈ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ തുടരട്ടെ. നാളെ വീണ്ടും കേൾക്കാം, മറ്റന്നാളും കേൾക്കാം. എപ്പോൾ ഭാരം തോന്നുന്നുവോ അപ്പോൾ കേൾക്കാം. എപ്പോൾ ഭയം വരുന്നുവോ അപ്പോൾ കേൾക്കാം. ഈ വാക്കുകൾ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ആശ്വാസമായിരിക്കട്ടെ. വീണ്ടും വരൂ, ഒറ്റയ്ക്കല്ല എന്നോർക്കാൻ. ദൈവം കൂടെയുണ്ട് എന്നോർക്കാൻ. ഈ ചാനലിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും. ഇനി പതുക്കെ, ശാന്തമായി ഈ പ്രാർത്ഥന അവസാനിക്കുന്നു. കർത്താവെ, ഈ വ്യക്തിയെ നിൻ്റെ സമാധാനം കൊണ്ട് മൂടുക. ഒരു പുതപ്പ് പോലെ, മൃദുവായി, ചൂടായി, സുരക്ഷിതമായി. ഈ രാത്രി ശാന്തമായിരിക്കട്ടെ. ഈ ഉറക്കം മധുരമായിരിക്കട്ടെ. ഈ സ്വപ്നങ്ങൾ സമാധാനമുള്ളതായിരിക്കട്ടെ. നാളെ ഒരു പുതിയ ദിവസമാണ്.